Hi all, this is Rekha Nair. I welcome you all to my channel, The English Forum. Today we'll be dealing with the poem Backwards by Wasant Shire. Wasant Shire was born on 1st August 1988. She is a British poet, writer, editor and teacher of Somali heritage, born in Kenya to Somali parents. നമുക്ക് ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഇല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് പോയത്തിലേക്ക് കടക്കാം. വാസൻ ഷെയർ ആക്ച്വലി ഒരു ഫെമിനിസ്റ്റ് പോയറ്റ് ആണ് കേട്ടോ. അവർ ഇൻ്റർസെക്ഷണൽ എക്സ്പീരിയൻസസ് ആണ് എഴുതാറുള്ളത്. ഇൻ്റർസെക്ഷനാലിറ്റി എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പത്തെ പല വീഡിയോസും പറഞ്ഞിട്ടുള്ളതാണ്. കിംബർലി ക്രെൻഷോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലാക്ക് ഫെമിനിസ്റ്റ് തിയറിസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു കോൺസെപ്റ്റ് ആണ്. അതായത് ഒരു എല്ലാ സ്ത്രീകൾക്കും ഉള്ളൊരു പ്രോബ്ലമാണ് പെട്രിയാക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ജെൻഡർ ഇൻഇക്വാലിറ്റീസ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ബ്ലാക്ക് വിമൻ അല്ലെങ്കിൽ വിമൻ ഓഫ് കളർ എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു റേസും എന്താ പറയുക ജെൻഡറും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മൾട്ടിപ്പിൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റീസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ വരുന്ന ഇഷ്യൂസ് അതിനെയാണ് ഇൻ്റർസെക്ഷണൽ എക്സ്പീരിയൻസസ് എന്ന് കിംബർലി ക്രെൻഷോ പറയുന്നത്. ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതുകൊണ്ടാണ് ഞാനത് നോട്ടായിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത്. അപ്പോൾ ഇവർ വാസൻ ഷെയർ എന്ന് പറഞ്ഞ പോയറ്റ് ഇത്തരത്തിലുള്ള ഇൻ്റർസെക്ഷണൽ എക്സ്പീരിയൻസസ് ആണ് സാധാരണ അവരുടെ പോയത്തിൽ ഇൻക്ലൂഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഈ പോയം അങ്ങനെയല്ല. ഈ പോയം ഒരു എന്താ പറയുക ഫെമിനിസ്റ്റ് എക്സ്പീരിയൻസ്, ഫീമെയിൽ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഈ പോയം നോക്കുന്നത് ആക്ച്വലി ഒരു അഡൾട്ട് സ്പീക്ക് ചെയ്യുന്ന പോലെയാണ്, അഡൾട്ട് സംസാരിക്കുന്ന പോലെയാണ്. ടൈം ഒരു തിരിച്ചുപോക്ക്, സമയത്തിൻ്റെ കാലത്തിൻ്റെ ഒരു തിരിച്ചുപോക്ക് ആഗ്രഹിക്കുന്ന ഒരു അഡൾട്ട് വുമൻ്റെ ഒരു പെർസ്പെക്റ്റീവിലൂടെയാണ് ഈ പോം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ സ്പീക്കറിൻ്റെ അച്ഛൻ ഇവരെ ഉപേക്ഷിച്ച് പോയി, പകരം സ്റ്റെപ്പ് ഫാദർ ഇവരുടെ ലൈഫിലേക്ക് വന്നു. അങ്ങനെ ഹൗ ദിയർ ലൈഫ് ബിക്കം ട്രോമാറ്റിക്. അപ്പോൾ ആ ട്രോമാസ് അവരുടെ ലൈഫ് ഇൻ ഓർഡർ ടു remove all those traumatic experiences from her life, not just her life but also from her sisters. അവരുടെയും ഈ സ്പീക്കറിൻ്റെ സിസ്റ്ററിൻ്റെയും ലൈഫിൽ ഉണ്ടായ ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി പോയിട്ട് കണ്ടെത്തുന്നൊരു മാർഗമാണ് എന്ത്, തിരിച്ച് പോവുക ചൈൽഡ്ഹുഡിലേക്ക് എന്നുള്ളത്. പക്ഷെ ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ത്രൂ റൈറ്റിംഗ് അല്ലേ. അതായത് റൈറ്റിങ്ങിൽ നമുക്ക് ആ കാലഘട്ടം ഉണ്ടായ ആ ട്രോമാറ്റിക് എക്സ്പീരിയൻസസ് നമുക്ക് മായ്ച്ചു കളയാൻ പറ്റും. പക്ഷെ ദറ്റ് കനോട്ട് ബി റിമൂവ്ഡ് ഫ്രം ദെയർ മൈൻഡ്സ് അല്ലേ, ഓർ ഫ്രം ദെയർ മെമ്മറീസ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. The poem can start with him walking backwards into a room. പോയം എങ്ങനെ ബിഗിൻ ചെയ്യാം? അദ്ദേഹം ഒരു റൂമിലേക്ക് ബാക്ക്വേർഡ്, ഇങ്ങനെ ബാക്കിലോട്ട് നടക്കുന്നതായിട്ട് നമുക്കൊരു പോയം സ്റ്റാർട്ട് ചെയ്യാം. He takes off his jacket and sits down for the rest of his life. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജാക്കറ്റ് റിമൂവ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ബാക്കി കാലം മുഴുവൻ അവിടെ ഇരിക്കട്ടെ. ദാറ്റ്സ് ഹൗ വി ബ്രിങ് ഡാഡ് ബാക്ക് അല്ലേ. അതിൻ്റെ അർത്ഥം ഡാഡ് ഇവരെ വിട്ടുപോയി അല്ലേ, അവരുടെ അച്ഛൻ അവരെ വിട്ടുപോയി. അപ്പോൾ ഇവർക്ക് അച്ഛനെ തിരിച്ചു കൊണ്ടുവരാനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? പോയത്തിലൂടെ അവർക്ക് അവരുടെ അച്ഛനെ തിരിച്ച് കൊണ്ടുവരാം. കണ്ടോ, വി ബ്രിങ് ഡാഡ് ബാക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ സ്പീക്കർ മാത്രമല്ല, സ്പീക്കറിൻ്റെ സിസ്റ്ററും ഉണ്ട്. സിസ്റ്ററാണ്, ബ്രദർ അല്ല എന്നുള്ളത് നമുക്ക് വരുന്ന ലൈൻസ് മനസ്സിലാവും. I can make the blood run back up my nose, ants rushing into a hole. അല്ലേ, അതായത് ഒരു ലൈൻ ഒട്ടും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈൻ അല്ല അല്ലേ. ഒരു 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 സോർട്ട് ഓഫ് വയലൻസ് നമുക്കവിടെ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ. അതായത് എൻ്റെ ഐ ക്യാൻ മേക്ക് ദ ബ്ലഡ് റൺ ബാക്ക് അപ്പ് മൈ നോസ് അല്ലേ. അതായത് മൂക്കിലൂടെ ഒലിച്ചിറങ്ങിയ രക്തം തിരിച്ച് കയറ്റാം അല്ലേ.
ആൻഡ്സ് റഷിങ് ഇൻ ടു എ ഹോൾ അല്ലേ, ആ ഒരു ഹോളിലേക്ക് ആൻസ് തിരിച്ചു കയറുന്നത് പോലെ, അതുപോലെ ബ്ലഡിനെ തിരിച്ച് കയറ്റാം മൂക്കിലേക്ക്. അവിടെ എന്താണ് പറയുന്നത്, ഈ സ്പീക്കർ എന്തൊരു അബ്യൂസീവ് ആയിട്ടുള്ള ഒരു വയലന്റ് അറ്റാക്കിന് വിക്റ്റിം ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് undo, she would like to undo those violent acts she has suffered അല്ലേ. അവർ സഫർ ചെയ്തിട്ടുള്ള ആ വയലന്റ് ആക്ട് അവരുടെ ലൈഫിൽ നിന്ന് ഇല്ലാതാക്കണം എന്നാണ് അവർ പറയുന്നത് അല്ലേ. അപ്പോൾ ആ ഒലിച്ചിറങ്ങിയ ബ്ലഡ് വയലന്റ് ആക്ടിലൂടെ അവർക്ക് അവരുടെ മൂക്കിൽ നിന്ന് ഒലിച്ചിറങ്ങിയ രക്തം അത് തിരിച്ചു കയറ്റാനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് ആ ഒരു സംഭവം അവരുടെ ലൈഫിൽ നിന്ന് അവർക്ക് റിമൂവ് ചെയ്യണം, അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. We grow into smaller bodies, my breast disappear, your cheeks soften, teeth sink back into gums. അല്ലേ, we grow into smaller bodies എന്ന് പറയുമ്പോൾ അവിടെ ഒരു പക്ഷേ ആ സിബ്ലിംഗ് എന്ന് പറയുന്നത് സിസ്റ്റർ തന്നെ ആയിരിക്കാം. പക്ഷെ മൈ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ മൈ മാത്രമേ പറയുന്നുള്ളൂ. Your cheeks soften, teeth sink back into gums. അല്ലേ, അവിടെ എന്താ പറയുന്നത്, നമുക്ക് ആ ടീനേജിൽ ഉണ്ടാവുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടാവുന്ന ഗ്രോത്ത് അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് തിരിച്ച് ആ ചൈൽഡ്ഹുഡിലേക്ക് തിരിച്ചു പോകാം. നിന്റെ ചീക്സ് ഒക്കെ പഴയ പോലെ സോഫ്റ്റ് ആവട്ടെ. മേ ബി അവിടെയും സിബ്ലിങ്ങിനോട് അങ്ങനെ പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം, ആ സിബ്ലിങ്ങിനും ഒരുപാട് എന്താ പറയുക വയലൻ്റ് ആയിട്ടുള്ള ആക്ടിന് വിക്റ്റിമായി കാണാം. അപ്പോൾ അവരുടെ ചീക്സിനെയൊക്കെ അത് എഫക്റ്റ് ചെയ്ത് കാണാം. അപ്പോൾ അങ്ങനെയല്ല, അത് പഴയ ഫോമിലേക്ക് ആക്കാം നമുക്ക്. ടീത്ത് സിങ്ക് ബാക്ക് ഇൻ ടു ഗംസ് അല്ലേ, ആ മോണേന്ന് പല്ല് വരാത്ത ആ ഒരു കാലഘട്ടത്തേക്ക് നമുക്ക് തിരിച്ചു പോകാം എന്നാണ് പറയുന്നത്. I can make us loud, just say the word അല്ലേ. എനിക്ക് അവിടെ കാണിക്കുന്നത് that line shows the power of a writer അല്ലേ. എനിക്ക് നമ്മളെ സ്നേഹിക്കപ്പെടുന്നവരാക്കാൻ പറ്റും. എങ്ങനെ, just say the word, ആ വേർഡ് അങ്ങോട്ട് പോയത്തിൽ ഉപയോഗിച്ചാൽ മതി അല്ലേ. as if somebody is saying I love you my dear അല്ലേ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളൊരു തരത്തിലുള്ള വാക്കുകൾ പോയത്തിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്നേഹിക്കപ്പെടുന്ന വ്യക്തികളാവാം. എങ്ങനെ, വാക്കിലൂടെ അല്ലേ. ദാറ്റ് ഈസ് ത്രൂ ഹെർ പോയട്രി. അല്ലാതെ ലൈഫിൽ അവർ സ്നേഹിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. Give them stumps for hands if even once they touch us without consent. I can write the poem and make it disappear അല്ലേ. എന്താ പറയുന്നത്, ഇനി നമ്മുടെ സമ്മതമില്ലാതെ അവർ നമ്മളെ തൊട്ട് കഴിഞ്ഞാൽ അവരുടെ കൈ നമുക്ക് ഒടിച്ചു വിടാം. I can write the poem and make it disappear. എനിക്ക് പോയത്തിലൂടെ അവർ ചെയ്ത ആ തെറ്റുകൾ, ആ വയലന്റ് ആക്ട്സ് ഡിസപ്പിയർ ആക്കാം. സ്റ്റെപ്പ് ഡാഡ് സ്പിറ്റ്സ് ലിക്കർ ബാക്ക് ഇൻ ടു ഗ്ലാസ് അല്ലേ. നമുക്കറിയാം ഈ ആൽക്കഹോളിക് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുമ്പോൾ വയലന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു എന്താ പറയുക ടെൻഡൻസി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു പക്ഷേ ഇവരെ വയലന്റ് അറ്റാക്ക് ഇവർക്ക് നേരെയുള്ള വയലന്റ് അറ്റാക്ക് നടത്തിയത് ഒരു പക്ഷേ ഇവരുടെ സ്റ്റെപ്പ് ഡാഡ് ആയിരിക്കാം അല്ലേ. ഫസ്റ്റ് ലൈൻസിൽ പറയുന്നുണ്ടല്ലോ ദാറ്റ്സ് ഹൗ വി ബ്രിങ് ഡാഡ് ബാക്ക് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. അതായത് ഇവർക്ക് ഇവരുടെ അച്ഛനെ തിരിച്ചു കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ സ്റ്റെപ്പ് ഡാഡിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഇവർ അനുഭവപ്പെട്ടിട്ടുള്ള ആ ഒരു വയലന്റ് അറ്റാക്ക് മുഴുവൻ ഈ സ്റ്റെപ്പ് ഡാഡിൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം അല്ലേ. സ്റ്റെപ്പ് ഡാഡ് സ്പിറ്റ്സ് ലിക്കർ ബാക്ക് ഇൻ ടു ഗ്ലാസ് അല്ലേ. അദ്ദേഹം കുടിച്ച് ലിക്കർ കുടിച്ചതിൻ്റെ എഫക്റ്റ് ആയിരിക്കാം ഇവർ അനുഭവിച്ച വയലന്റ് അറ്റാക്സ്. അപ്പോൾ അതൊക്കെ തിരിച്ച് സ്പിറ്റ് ചെയ്യാം, തുപ്പിക്കാം അല്ലേ. മോംസ് ബോഡി റോൾസ് ബാക്ക് അപ്പ് ദ സ്റ്റെയർസ്, the bone pops back into place, maybe she keeps the baby. That's again ഒരു വല്ലാത്തൊരു ലൈൻസ് ആണ് കേട്ടോ ഈ പോയത്തിലുള്ളത്. എന്താ പറയുക, ഒരു പക്ഷെ ഇവരുടെ അമ്മ സ്റ്റെപ്പിൽ നിന്ന് വീണ് അവരുടെ എല്ലൊക്കെ പൊട്ടിക്കാണാം. അങ്ങനെ അവർക്ക് അവരുടെ ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടിരിക്കാം. അപ്പോൾ റൈറ്റർ പറയാണ് ആ സ്റ്റെപ്പൊക്കെ ഉരുണ്ട് വീണ ആ സ്റ്റെപ്പൊക്കെ തിരിച്ച് കയറട്ടെ അമ്മ, എന്നിട്ട് ആ പൊട്ടിയ ബോണൊക്കെ സ്ഥാനത്ത് തന്നെ ഇരിക്കട്ടെ. അങ്ങനെ അവർക്ക് അവരുടെ ബേബീനെ സേഫ് ആക്കി വെക്കാൻ സാധിക്കട്ടെ. മേ ബി വി ആർ ഓക്കെ കിഡ്, ഞങ്ങളും ഓക്കെ ആയിട്ടുള്ള കുട്ടികളാവട്ടെ. അതായത് വി ആർ നോട്ട് ഓക്കെ, പക്ഷേ
ഞങ്ങളും ഓക്കെ ആയിരുന്ന കിഡായിരുന്നുവെങ്കിൽ, അത് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ നമ്മൾ ഈ ടൈം ട്രാവൽ എന്നൊന്നും പറയാൻ പറ്റില്ല, പക്ഷെ ഇവർ കാലത്തിൻ്റെ ഒരു തിരിച്ചുപോക്ക് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ദേ ആർ ഡൂയിങ് ത്രൂ ദ പോയട്രി. ആ വാക്കുകളിലൂടെ അവർ കാലത്തിൻ്റെ ആ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുകയാണ്. അതായത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു ദുരന്തങ്ങൾ അല്ലെങ്കിൽ മോശപ്പെട്ട എക്സ്പീരിയൻസസ് ഒക്കെ മായ്ച്ചു കളയാൻ അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ എന്നവർ പറയണം. മേ ബി വി ആർ ഓക്കെ കിഡ്, ഞങ്ങൾ ഒരു ഓക്കെ ആയിട്ടുള്ള കുട്ടികളായിരുന്നെങ്കിൽ, അല്ലേ, മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ ആയിരുന്നുവെങ്കിൽ, ഞങ്ങൾ ഈ വയലൻസ് ഒന്നും അനുഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. I will rewrite this whole life, and this time there will be so much love. You won't be able to see beyond it. ഇത്രയുമാണ് ഈ പോയിന്റിന്റെ ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എന്താ പറയുന്നത്, ഞങ്ങളും ഓക്കെ ആയിരുന്നെങ്കിൽ, അല്ലേ, ഞാൻ ഈ ഹോൾ ലൈഫ് റീറൈറ്റ് ചെയ്യാൻ പോവാണ്, ഞങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ, അല്ലേ, ഈ റീറൈറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് കാലത്തിൻ്റെ ആ ഒരു തിരിച്ചുപോക്കിൻ്റെ ഭാഗം, അങ്ങനെ തിരിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ, യു വോണ്ട് ബി ഏബിൾ ടു സീ ബിയോണ്ട് ഇറ്റ്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്കൊന്നും വേണ്ട, സ്നേഹം മാത്രം മതി, അല്ലേ. ഇവിടെ കൊണ്ട് ഫസ്റ്റ് സ്റ്റാൻസ അവസാനിക്കുകയാണ് കേട്ടോ. ഇനി സെക്കൻഡ് സ്റ്റാൻസ നോക്കൂ. ആ ഫസ്റ്റ് സ്റ്റാൻസയുടെ ലാസ്റ്റ് ലൈനാണ് സെക്കൻഡ് സ്റ്റാൻസയുടെ ഫസ്റ്റ് ലൈൻ. You won't be able to see beyond it. ഞാനത് മനഃപൂർവ്വം ഇതേ സ്ലൈഡിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്താണ് കേട്ടോ. സി, ഫസ്റ്റ് സ്റ്റാൻസയുടെ പെനൾട്ടിമേറ്റ് ലൈനാണ് സെക്കൻഡ് സ്റ്റാൻസയുടെ സെക്കൻഡ് ലൈൻ, അല്ലേ. I will rewrite this whole life, and this time there will be so much love. അതിൻ്റെ മൂന്നാമത്തെ ലാസ്റ്റിൽ നിന്ന് മൂന്നാമത്തെ ലൈനാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ മൂന്നാമത്തെ ലൈനായിട്ട് വന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് സ്റ്റാൻസ ആ ലൈൻ ഓർഡർ നേരെ തിരിച്ചു എഴുതിയിരിക്കുകയാണ്. ഓക്കെ, സോ ഇതിലെ ലാസ്റ്റ് ലൈൻ ഇതിലെ ഫസ്റ്റ് ലൈനായിട്ട് വന്നിരിക്കണം. അതുപോലെ ഫസ്റ്റ് സ്റ്റാൻസയിലെ ഫസ്റ്റ് ലൈനാണ് ഇവിടെ, ഫസ്റ്റ് സ്റ്റാൻസയിലെ ഫസ്റ്റ് ലൈനാണ് ഇവിടെ ലാസ്റ്റ് ലൈനായിട്ട് സെക്കൻഡ് സ്റ്റാൻസയിൽ വന്നിരിക്കുന്നത്. അപ്പം ഞാൻ സെയിം ലൈൻസ് ആയതുകൊണ്ട് ഇനിയും അത് എക്സ്പ്ലെയിൻ ചെയ്ത് സമയം കളയുന്നില്ല. പക്ഷെ ഇവിടെ പറയേണ്ടതായിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, ഈ പോം എന്ന് പറയുന്ന പാലിൻഡ്രോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാറ്റഗറിയിൽ പെടുന്നൊരു പോമാണ്, വിച്ച് മീൻസ് മിറർ പോം. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ പറയുന്നത്. ദ സെക്കൻഡ് ഹാഫ് ഈസ് എ ഫസ്റ്റ് ഹാഫ് ഇൻ റിവേഴ്സ് ഓർഡർ. പോയത്തിൻ്റെ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫ് നേരെ തിരിച്ചിട്ടിരിക്കുകയാണ്, അല്ലേ, ലാസ്റ്റിൽ നിങ്ങൾ എഴുതിയിരിക്കുകയാണ്. അതാണ് പാലിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പോമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാലിൻഡ്രോം ആണ്. പിന്നെ ഇതിൻ്റെ ഒരു മെയിൻ തീം എന്ന് പറയുന്ന മെമ്മറിയാണ്. കാരണം ഇവർ മെമ്മറിയിൽ കുറച്ച് ട്രൊമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസസ് ഇവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്, അല്ലേ. അപ്പോൾ അതാണ് ഇവരുടെ മൈൻഡിൽ കിടക്കുന്നത്. ഒരു കുറച്ച് ഹോണ്ടിങ് ആയിട്ടുള്ള മെമ്മറീസ് ഇവരുടെ മൈൻഡിലുണ്ട്. അത് ദേ നീഡ് ടു ഓവർകം, ദ സ്പീക്കർ ആൻഡ് ഹെർ സിസ്റ്റർ നീഡ് ടു ഓവർകം ദോസ് ഹോണ്ടിങ് മെമ്മറീസ്. ആ മെമ്മറീസ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ they would like to go back to their childhood. Maybe they have had the bitter experiences during their teenage or during their adolescence, അല്ലേ. അപ്പോൾ അഡോളസൻസിലോ ടീനേജിലോ ആയിരിക്കാം അവർക്ക് അവരുടെ ആ ബോഡി പാർട്സിനെ കുറിച്ച് പറയുന്ന വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു കാലഘട്ടത്താണ് അവർക്ക് അതൊക്കെ ബിറ്റർ എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുള്ളതെന്നാണ്, അല്ലേ. അപ്പോൾ അവർക്ക് ചൈൽഡ്ഹുഡിലേക്ക് തിരിച്ചു പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ, അച്ഛൻ ഇവരുടെ ലൈഫിൽ നിന്നും പോവാതിരുന്നെങ്കിൽ, സ്റ്റെപ്പ് ഡാഡ് കുടിച്ചില്ലായിരുന്നെങ്കിൽ, അല്ലേ. അപ്പോൾ ഇതൊക്കെ അമ്മ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് വീണില്ലായിരുന്നുവെങ്കിൽ, അല്ലേ. ഒരുപാട് 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 മോശപ്പെട്ട മെമ്മറീസ് ഇവരുടെ അതായത് പോയിറ്റിൻ്റെ സിസ്റ്ററിൻ്റെയും മൈൻഡ്സിൽ ഉണ്ട്. അതൊക്കെ അവർക്ക് റിമൂവ് ചെയ്യണം. അതായത് അവർക്ക് കാലം തിരിച്ചുപോയി, അവരുടെ ചൈൽഡ്ഹുഡിലേക്ക് തിരിച്ചുപോയി തുടർന്ന് നല്ലൊരു ജീവിതം നയിക്കാൻ സാധിച്ചിരുന്നുവെങ്കിൽ, സ്നേഹം മാത്രം നിറഞ്ഞൊരു ജീവിതം ജീവിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് പോയറ്റ് അവിടെ പറയുന്നത്. അപ്പോൾ ഈ പോം മനസ്സിലായെന്ന് വിചാരിക്കണം. ദിസ് ഈസ് വെരി സിമ്പിൾ പോം, അല്ലേ. ഭയങ്കര ഒരു സിമ്പിൾ പോമാണ്. അതിൻ്റെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇതുവരെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.